വെൽക്കം ബാക്ക് ടു PSC ആസ്പിറൻസ് വിത്ത് SCRT. പുതിയ സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാഠഭാഗമാണ്. മുമ്പ് നമ്മൾ പാഠഭാഗം ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ പാഠഭാഗങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാനവികത, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സാമൂഹിക വിശകലനം, സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ, സമ്പത്തും ലോകവും, പൊതുജനാഭിപ്രായം, ജനാധിപത്യത്തെ. ആദ്യം 2 പാഠഭാഗങ്ങളും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. 3ാമത്തെ ചാപ്റ്റർ സോഷ്യോളജിയാണ്, 4 സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്, 5 പൊളിറ്റിക്കൽ സയൻസ് ആണ്. എന്താണ് മാനവികത? മാനവികത അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറയുന്നത് റീബർത്ത് ഓഫ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്നാണ്. ഗ്രീക്കോ റോമൻ ആശയങ്ങളുടെ പുനർജനനം എന്നാണ് മാനവികത എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റലിയിലാണ് തുടങ്ങുന്നത്. ആധുനിക ലോകത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ പറയുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ? ആദ്യമായി യൂറോപ്പിലാണ്. ഏതൊക്കെ രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു? അതുപോലെ തന്നെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുമായി ബന്ധപ്പെട്ട മധ്യകാല ലോകത്തെ പ്രധാനമായി സ്വാധീനിച്ചിരുന്ന സ്കോളാസ്റ്റിസിസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ആധുനിക ലോകത്തിൻ്റെ തുടക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തത്വചിന്തകന്മാരും അവരുടെ ആശയങ്ങളും ഒക്കെ തന്നെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. നവോത്ഥാനം ഏതൊക്കെ മേഖലകളിലേക്ക് വ്യാപിക്കുന്നുണ്ട്? ചിത്രകലകൾ ഏതൊക്കെയാണ്? നവോത്ഥാന കാലത്തെ ചിത്രത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചിത്രകലയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ പെയിൻറ്റിങ്സ്, ശില്പകല, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, എല്ലാ വിഭാഗത്തിലും നവോത്ഥാന കാലഘട്ടത്തിൽ വളരെ പ്രസ്തുതമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്. വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. സാഹിത്യത്തിൽ ലിറ്ററേച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്? സാഹിത്യകാരന്മാർ, കൃതികൾ ഏതൊക്കെ രാജ്യത്തുള്ളവരായിരുന്നു? ചരിത്രരചനയിൽ, ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നവോത്ഥാനവും സയൻസ് ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അവിടെയൊക്കെയാണ് നമ്മൾ കേട്ടുപരിചിതമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും വരുന്നത്. കോപ്പർനിക്കസ്, ഗലീലിയോ, ഐസക് ന്യൂട്ടൺ, അതുപോലെ തന്നെ റിഫോർമേഷൻ, മതനവീകരണ പ്രസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മാറി വന്നിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെറിയൊരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചു എന്നുള്ളതല്ലാതെ നമുക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒന്നും ഒരു 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് മുമ്പ് ഡിഗ്രി PG ലെവലിലൊക്കെ പഠിച്ചിരുന്ന കണ്ടൻറ്റിനെ അതേപോലെ തന്നെ കാണാൻ കഴിയുന്ന പാഠഭാഗങ്ങളാണ് 10ാം ക്ലാസ്സിൽ പൊതുവായിട്ടുള്ളത്. ഇതൊക്കെയും ഒരു PSC കോണ്ടെക്സ്റ്റിലാണെങ്കിൽ തന്നെ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ മറ്റൊന്നോ റെഫർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അത്രയും ഡീപ്പ് നോളജ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് തീർച്ചയായും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ മറ്റു വിപ്ലവങ്ങളോടൊപ്പം പഠിച്ച ഒരൊറ്റ വിപ്ലവത്തെ ഒരു ചെറിയ ഭാഗമായിരുന്നു അവിടെ എന്നുള്ളത് ഇവിടെ ഒരൊറ്റ ചാപ്റ്ററാക്കി മാറ്റി എന്നുള്ളതാണ്. ഫ്രഞ്ച് സമൂഹത്തിൻ്റെ പ്രാധാന്യം, ഫ്രഞ്ച് സമൂഹത്തിൽ എസ്റ്റേറ്റ് എന്താണ്, അവിടുത്തെ അരാജകത്വത്തെ, അവിടുത്തെ നേർക്കാഴ്ചകളൊക്കെ തന്നെയും ഡീപ്പായിട്ട് ഇവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നാണ് വിവരിച്ചിട്ടുണ്ടായിരുന്നത്. എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. പുരോഹിതർ, പ്രഭുക്കന്മാർ, സാധാരണക്കാർ. ഇതൊക്കെ തന്നെയും എന്താണ് ഓരോ എസ്റ്റേറ്റുകളുടെയും സവിശേഷത, അവർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിൻ്റ് വൈസ് തന്നെ വിവരിക്കുന്നുണ്ട്.
മധ്യവർഗം അഥവാ മൂന്നാം എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് വിപ്ലവത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. എന്താണ് സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രതിസന്ധികളാണ് അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുള്ള ചിന്തകന്മാർ ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു, അതായത് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം മുറവിളി കൂട്ടുന്ന സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതുപോലെ തന്നെ ബാസ്റ്റ്യൻ ജയിൽ തകർച്ച, ഇതൊക്കെ തന്നെയും ഡീപ്പായിട്ട് വളരെ കറക്റ്റായിട്ട് പോയിൻ്റ് വൈസ് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്ക് ജസ്റ്റ് നമ്മളൊരു സെൻറ്റൻസിൽ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്ന കാര്യത്തെ വളരെ നാച്ചുറലായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ വിവരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പുതിയ ഭരണഘടന ഉണ്ടാകുന്നുള്ളത് അതൊക്കെയും ഭീകരവാഴ്ച, നമ്മൾ ഗില്ലറ്റിൻ ഒരു ചെറിയൊരു കോളമായിട്ട് ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുതിയ ഭരണഘടന, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? നെപ്പോളിയൻ അല്ലേ, നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ, അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയായിരുന്നു. എന്നാൽ കുറച്ചും കൂടി വിവരിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ, ട്രീ ഓഫ് ലിബർട്ടി ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പുതിയൊരു ടേം ഇവിടെ നമുക്ക് കാണാം, സാമാന്യ ബോധജ്ഞാനം, കോമൺ സെൻസ് നോളജ്. എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും സോഷ്യലൈസേഷൻ്റെ ഭാഗമായി പല കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് തീരുമാനത്തിലെത്തിച്ചേരുന്നത് എന്നുള്ളതാണ് സാമാന്യ ബോധജ്ഞാനം. അത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? സാമൂഹിക വിശകലനത്തിലൂടെയാണ്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പഠനത്തിൽ കൊടുക്കുന്നത്. ഇവിടെ കൗമാരക്കാരുടെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഉദാഹരണമായിട്ട് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാം. സാമാന്യ ബോധജ്ഞാനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഘടകങ്ങൾ സാമ്പത്തികമായിട്ട്, പാരിസ്ഥിതികമായിട്ട്, ഭരണപരമായിട്ട്, ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെയും എന്തൊക്കെയാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണ സഹിതം ഓരോ കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്താണ്, അതൊക്കെ ഒരു അധിക വായനയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തിഗത പ്രശ്നമാണോ സാമൂഹിക പ്രശ്നമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യോളജി, അധിക വായനയായി കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും, വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തീർത്തും ഒരു സോഷ്യലൈസേഷൻ്റെ കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു സോഷ്യോളജി ചാപ്റ്റർ നമുക്കുണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, സമൂഹശാസ്ത്രം എന്തിന്. മറ്റ് ചാപ്റ്ററുകളെ പോലെ തന്നെ നല്ല രീതിയിലുള്ള നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കുട്ടിയെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഇതെന്ന് നമുക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കും. അടുത്തത് സമ്പത്തും ലോകവും, ഇക്കണോമിക്സ് ചാപ്റ്ററാണ്. ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മളിതിൽ പരിചയപ്പെടുത്തുന്നത്. എന്താണ് മെർക്കൻറ്റലിസം? നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗത്താണ് നമ്മൾ സമ്പത്തും യൂറോപ്പിലെ മനോഭാവങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. മെർക്കൻറ്റലിസം പറയുന്നുണ്ട്, സാമ്രാജ്യത്വം പറയുന്നുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂറോപ്പിൽ ഇംഗ്ലണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെയും പാവപ്പെട്ട അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന രാജ്യങ്ങളെ കോളനികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ എങ്ങനെയാണ് സാമ്രാജ്യത്വം കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മെർക്കൻറ്റലിസം, കൊളോണിയൽ നയങ്ങൾ, കോളനിവൽക്കരണവും
എങ്ങനെയാണ് സാമ്പത്തിക ക്രമങ്ങൾ പുതുലോകത്തിലേക്ക് മാറുന്നത്, വ്യാവസായിക വിപ്ലവം. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധം, ഫാസിസം, നാസിസം. കഴിഞ്ഞ വർഷം നമ്മൾ ഡയറക്റ്റ് വിപ്ലവങ്ങളിലേക്കും ഒന്നാം ലോക മഹായുദ്ധത്തിലേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ കടന്നു. എങ്കിലും ഇവിടെ യൂറോപ്പ് എങ്ങനെയാണ് സാമ്പത്തികമായി മുന്നേറിയത്, പയ്യാണ് നമ്മൾ കണ്ടൻറ്റിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നോളജ് നൽകുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തത് പൊളിറ്റിക്കൽ സയൻസ്, പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ, ജനാധിപത്യ ബോധം കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു ചാപ്റ്ററാണ് ഈ കാണുന്നത്. എന്താണ് പൗരസമൂഹം, പൊതുജനാഭിപ്രായത്തിൻ്റെ പ്രാധാന്യം, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്ന സദസ്സിനെ കുറിച്ചൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്, കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമപ്രായ സംഘങ്ങൾ, മാധ്യമങ്ങൾ. ഇതും നമ്മൾ ഈ ഒരു രീതിയിലുള്ളൊരു ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പൗരബോധം എന്നുള്ള ചാപ്റ്ററും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. എങ്കിലും ഫസ്റ്റ് പാർട്ടിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് രൂപവൽക്കരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു.